Good morning, Arun. Good afternoon, Arun. Sorry. Hi, good afternoon, all. Welcome back to the online classes on wireless communication networks. Okay. Shabna Nafal, good afternoon. So, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് അബിദ ലബീബ് ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ദി എവല്യൂഷൻ ഓഫ് 1G 2G സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് വേറെ സ്റ്റാൻഡേർഡിലേക്ക് ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ അതിനെ സെല്ലുലാർ നെറ്റ്വർക്ക് എന്ന് പറയാം, അല്ലെ സ്റ്റാൻഡേർഡ് എന്നും പറയാം. കാരണം ഒരു ഡിവൈസിനെ സംബന്ധിച്ചത് ഒരു സ്റ്റാൻഡേർഡ് എന്ന് വേണം പറയാനായിട്ട്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് മീൻസ് ഫോർ എ പർട്ടിക്കുലർ ഡിവൈസ് ഓർ എ ഗാഡ്ജറ്റ്. ഷാഡി, ഗുഡ് ആഫ്റ്റർനൂൺ. It's for a particular device like a mobile phone. It's a portable wireless communication device. ഇപ്പോൾ ഈ കാലത്ത് ഇപ്പം നമ്മൾ സാധാരണ വയർലെസ് എന്ന് പറയുമ്പോൾ പോർട്ടബിൾ ഡിവൈസ് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ മിക്കവാറും നമ്മളെല്ലാവരും വൈഫൈ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഡിവൈസും ഇവിടെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലാപ്ടോപ്പ്, ഇറ്റ് ക്യാൻ ബി യുവർ ലാപ്ടോപ്പ് ഓർ ഇറ്റ് ക്യാൻ ബി യുവർ ടി വി, യുവർ സ്മാർട്ട് ടി വി and any type of gadget. Actually these are connected to wireless networks. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തുകൊണ്ട് വൈ ദ സ്റ്റാൻഡേർഡ് ഇസ് ഇമ്പോർട്ടൻറ്റ്? ബിക്കോസ് ദർ ഷുഡ് ബി സം കമ്പാറ്റബിലിറ്റി അല്ലേ. സപ്പോസ് ദി നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ ഈസ് അപ്ഗ്രേഡിംഗ് and suppose the service provider is upgrading from 1G to 2G and say from 2G to 3G or say 4G and 5G like that. What happens to the devices or the gadgets? The already existing gadgets or devices should support all suppose there is an upgradation in the standard. അപ്പോൾ സപ്പോസ് നമ്മൾ 2G ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 3G നെറ്റ്വർക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ, സർവീസ് പ്രൊവൈഡർ മാറിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 2G ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹാൻഡ്സെറ്റ്, മൊബൈൽ ഫോണുകളായിക്കോട്ടെ, അത് എന്ത് ഗാഡ്ജറ്റ് ആയിക്കോട്ടെ, അത്തരത്തിൽ ശ്രീദേവി ഗുഡ് ആഫ്റ്റർനൂൺ, ആ ഡിവൈസുകൾ യൂസ്ലെസ് ആയി മാറും, അതായത് ഒന്നിനും പറ്റാതായി മാറും. കാരണം ഒരു ഡിവൈസിൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് ഒരു ഗിവൺ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന സെല്ലുലാർ നെറ്റ്വർക്ക് സ്റ്റാൻഡേർഡ്, ആ സെല്ലുലാർ നെറ്റ്വർക്ക് ഏതാണോ 2G ആണ്, ഫോർ എക്സാമ്പിൾ 2G യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 2Gയിൽ നിന്നും സ്റ്റാൻഡേർഡ് പെട്ടെന്ന് മാറിയ 3Gയിലേക്ക് മാറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടി, ആ ഡിഫിക്കൽട്ടി വരാതിരിക്കാൻ വേണ്ടിയാണ് കമ്പാറ്റബിലിറ്റി നമ്മൾ പറയുന്നത്. കമ്പാറ്റബിലിറ്റി ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. സോ the service provider should provide a compatibility for existing devices. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സിൽ ഈ പറയുന്നത് ഇത് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ദി പ്രോട്ടോക്കോൾസ് മെനി എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെനി ഡിവൈസസ് they maintain compatibility between different cellular networks, say 1G from 1G to 2G, then 2G to 3G, like that. സോ ഇപ്പം 1G എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വളരെ ഒബ്സലീറ്റ് ആയി തന്നെ പറയാം. കാരണം ആ കാലത്തൊന്നും മൊബൈൽ ടെക്നോളജി, മൊബൈൽ സെല്ലുലാർ ടെക്നോളജി അത്രത്തോളം ഒന്ന് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നില്ല. ഫ്രം ദ ബിഗിനിങ് ഓഫ് 2G ടെക്നോളജി ഓൺവേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് the mobile or cellular communication has become a revolution. It has become a revolution and a tremendous change has taken place world over. And നമുക്കറിയാം US-ലും ജപ്പാനിലും ഒക്കെ ഡെവലപ്ഡ് നേഷൻസിലൊക്കെ ആയിരുന്നു തുടങ്ങിയതെങ്കിലും 1991 കാലഘട്ടത്തിൽ, ആ ഒരു 90 കാലഘട്ടങ്ങളിൽ, പിന്നീടത് ഒരു 2001 മുതൽ അല്ലേ, നമ്മൾ ശരിക്കും ഒരു ട്രമെൻഡസ് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ വേൾഡിലെ എല്ലാ പാർട്ടിലും എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, all countries, say developing nations, even developing nations, they are supporting this cellular communication or mobile communication, and for ordinary even for it has been replacing ordinary land phones. ലാൻഡ് ഫോണുകൾ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ലാൻഡ് ഫോണുകളായിരുന്നു നമ്മുടെ വീടുകളിൽ കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ
മിക്കവാറും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അത് ലാൻഡ് ഫോണൊക്കെ ഒബ്സൊലീറ്റ് ആയി എന്ന് തന്നെ പറയാം. കാരണം അതിന് പകരം ഇറ്റ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് ദ cellular communication or mobile communication. So therefore let us move on further and see what are the developments and what is the evolution. But evolution എന്ന് പറയുന്നത് something like history, from first generation to second generation, then from second generation to third generation, and from third to fourth and fourth to fifth like that. So what are the changes and what are the standards and what are the frequencies used? ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. So already as discussed in the last class, the first generation technologies use FDMA, FDD and analog FM. For first generation cellular systems exclusively they relied exclusively on FDMA and FTT standards and analog FM. ഇപ്പോൾ അനലോഗ് എഫ് എം എന്ന് പറയുന്നത് ഒരു കാലത്ത് നമുക്കിപ്പോൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം. റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് അനലോഗ് എഫ് എം. കാരണം നമ്മൾ എ എം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. എഫ് എം എന്നും കേട്ടിട്ടുണ്ട്, ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഫ്രീക്വൻസി മോഡുലേഷൻ. ആൻഡ് ദീസ് ടു ആർ ദി കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് യൂസ്ഡ് വൈഡ്ലി ഇൻ റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ അറിയാം, ഒരു കാലത്ത് റേഡിയോ ആയിരുന്നു, ഇന്നത്തെ ടി വിക്ക് പകരം ഒരു കാലത്ത് റേഡിയോ ആയിരുന്നു പോപ്പുലർ ആയിട്ടുള്ള ഡിവൈസ്. അപ്പോൾ ആദ്യം ട്രാൻസ്മിഷൻ തുടങ്ങിയ കാലത്ത് എ എം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇപ്പോൾ എൻ്റെയൊക്കെ ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളത് എ എം ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അന്ന് വിവിധ ഭാരതി അത് ഷോർട്ട് വേവ് സർവീസിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ സാധാരണ ഷോർട്ട് വേവ്, മീഡിയം വേവ് ട്രാൻസ്മിഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് വേവ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന് ഷോർട്ട് വേവ് അല്ലെങ്കിൽ മീഡിയം വേവ് എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് ഇവിടെ തിരുവനന്തപുരം അല്ലെങ്കിൽ ആലപ്പുഴ സ്റ്റേഷൻ നമ്മൾ കേൾക്കുന്നത്, ആലപ്പുഴ സ്റ്റേഷൻ കോഴിക്കോടുള്ളത് അതിൻ്റെ റിലേ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ റിപ്പീറ്റർ വെച്ചിട്ടുണ്ട്, കോഴിക്കോട് എന്ന് പറയുന്നത് റിപ്പീറ്ററാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കിട്ടുന്ന മലയാളം പ്രോഗ്രാം, റീജിയണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് റേഡിയോയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഇപ്പോഴും അതുണ്ട്, ആ ചാനലൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല അത് ഇപ്പോൾ എല്ലാം. കാരണം ഇൻ്റർനെറ്റ് റേഡിയോയുടെ കാലമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സാധാരണ ഒരു റേഡിയോ സെറ്റ് ചിലപ്പം വീടുകളിൽ ഉണ്ടായെന്ന് തന്നെ വരില്ല. അത്തരം ഒരു സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളോട് കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. ആരെങ്കിലും ചിലപ്പം അത് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കാം. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഹലോ, ഞാൻ ഫാദറാണ്. സാറേ, ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. അതായത് പിന്നെ നമ്മളത് ഓപ്റ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് വേറെ അഡ്മിഷൻ ശരിയായിട്ടുണ്ട്. ശരി സാർ, ഞാൻ രാവിലെ കുറച്ച് തിരക്കായി പോയിരുന്നു. ഞാൻ രാവിലെ വിളിക്കാമെന്ന് വിട്ടുപോയതാണേ. ഓ ഷുവർ ഞാൻ പറയാം. ഓക്കെ താങ്ക് യു. സോറി, അർജൻറ്റ് കോളായിരുന്നു. സോ ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അനലോഗ് അഥവാ എ എം കമ്മ്യൂണിക്കേഷനിൽ ഇവിടെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. എ എം സ്റ്റാൻഡ്സ് ഫോർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആൻഡ് ഓൾറെഡി യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇൻ ദി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് 1 ഡ്യൂറിങ് യുവർ ഡിഗ്രി. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തുടക്കത്തിൽ മോഡുലേഷൻ ടെക്നിക്ക് തുടങ്ങുന്നത് അല്ലേ. സോ ഇവിടെ കാരിയറിൽ ഒരു മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡാണ് വേരി ചെയ്യുന്നത്. സോ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ ഫ്രീക്വൻസി ഈസ് വേരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ ഓർ ദി മോഡുലേറ്റിംഗ് സിഗ്നൽ. അതേസമയം ഫ്രീക്വൻസി മോഡുലേഷൻ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി മോഡുലേഷൻ. ഇറ്റ് മീൻസ് ദ ഫ്രീക്വൻസി ഓഫ് ദി കാരിയർ സിഗ്നൽ ഈസ് വേരിഡ് in accordance with the amplitude of the modulating signal or the message signal. ഇവിടെ നമ്മൾ പല ടേംസ് യൂസ് ചെയ്യാറുണ്ട്. കാരണം ചിലപ്പോൾ അതിനെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയാം,
അല്ലെങ്കിൽ അതിനെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയാം. ഫ്രീക്വൻസി മോഡുലേഷൻ, FM സ്റ്റാൻഡ്സ് ഫോർ ഫ്രീക്വൻസി മോഡുലേഷൻ. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ രണ്ട് ഫ്രീക്വൻസി ഉണ്ട്. ഒന്ന് ഇതിൻ്റെ മോഡുലേറ്റിംഗ് സിഗ്നലിനെ അഥവാ നമ്മൾ വേറൊരു പേര് വിളിക്കുന്നത് ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് വിളിക്കും. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ദ ബേസ് ബാൻഡ് സിഗ്നൽ ആൻഡ് ഓൾസോ കോൾഡ് ആസ് ദി മെസ്സേജ് സിഗ്നൽ അല്ലേ. ഇപ്പോൾ ഒരു ടെലിഫോൺ കോൺവെർസേഷനാണ് എടുക്കുന്നതെങ്കിൽ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന കോൺവെർസേഷനാണ് അവിടെ മെസ്സേജ് സിഗ്നൽ. ഇനി അത് ഒരു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, കമ്പ്യൂട്ടറാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ ഇമെയിലാണ് അവിടെ മെസ്സേജായിട്ട് വർക്ക് ചെയ്യുന്ന. അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നലിനെ ആയിരിക്കാം നമ്മൾ, ഫോർ എക്സാമ്പിൾ അവിടെ ഒരു ടെക്സ്റ്റാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ മെസ്സേജ് സിഗ്നൽ. സോ ഇവിടെ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ അഥവാ ബേസ് ബാൻഡ് സിഗ്നൽ അഥവാ മെസ്സേജ് സിഗ്നൽ എന്ന് വിളിക്കും ഒരു പാർട്ടിനെ. രണ്ടാമത്തെ പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത് കാരിയർ എന്ന് വിളിക്കും അല്ലേ. കാരിയർ സിഗ്നൽ ഇസ് കോൾഡ് കാരിയർ സിഗ്നൽ. ഓക്കെ, ഓർ ദ മോഡുലേറ്റഡ് സിഗ്നൽ. ഇറ്റ്സ് എ മോഡുലേറ്റഡ് സിഗ്നൽ. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കാരിയർ സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. മോഡുലേറ്റഡ് സിഗ്നൽ മോഡുലേറ്റ്. സോ കാരിയർ സിഗ്നൽ അഥവാ മോഡുലേറ്റഡ് സിഗ്നൽ ഓർ വേവ് ഫോം അല്ലേ, ഓർ വേവ് ഫോം. ഇപ്പോൾ ഇവിടെ കാരിയർ എന്ന് പറയുന്നത് യൂഷ്വലി ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. ഇപ്പോൾ ഇവിടെ കാരിയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹൈ ഫ്രീക്വൻസി, കാരണം എനർജി ഓഫ് ദ വേവ് എന്ന് പറയുന്നത് കൂടുതൽ ഹൈ ഫ്രീക്വൻസിയിലായതുകൊണ്ട് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ തിയറി ബേസിക്സിൽ പഠിക്കുന്നതാണ്. ഇവിടെ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡിസ്റ്റൻസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഇവിടെ മോഡുലേറ്റിംഗ് സിഗ്നൽ അഥവാ ബേസ് ബാൻഡ് സിഗ്നൽ അഥവാ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് അവിടെ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് അഥവാ ബേസ് ബാൻഡ് അഥവാ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. ഫോർ എക്സാമ്പിൾ ഓഡിയോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മ്യൂസിക്കാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി, ഇപ്പോൾ ഓഡിയോ ഫ്രീക്വൻസി ആണ് ഇവിടെ മോഡുലേറ്റിംഗ് സിഗ്നലായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ലോ ഫ്രീക്വൻസി സിഗ്നൽ. അപ്പോൾ ഇവിടെ ഈ അനലോഗ് മോഡുലേഷൻ ടെക്നിക്സ് ആണ് പിന്നീട് നമ്മൾ ലേറ്റർ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ആയിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നത്. അതായത് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ബേസിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് അനലോഗ് മോഡുലേഷൻ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് അനലോഗ് മോഡുലേഷൻ മെത്തേഡ്സിലാണ് ഈ പറയുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് അനദർ ഫോം ഈസ് കോൾഡ് ആസ് എ ഫേസ് മോഡുലേഷൻ ഓർ PM, ആൻഡ് ദീസ് ടു ടുഗദർ ആർ കോൾഡ് ആസ് ആംഗിൾ മോഡുലേഷൻ. അപ്പോൾ ഇതിനെ ആംഗിൾ മോഡുലേഷൻ എന്നാണ് നമ്മൾ വേറെ ഒരു കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഫ്രീക്വൻസി ഓർ FM ഓർ PMനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ആംഗിൾ മോഡുലേഷൻ ആണ്. അപ്പോൾ ഇവിടെ ദർ ഇസ് ഓൺലി എ സ്ലൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ് മോഡുലേഷൻ ആൻഡ് FM, ദാറ്റ് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ. കാരണം ഇവിടെ ഫേസ് മാറുമ്പോൾ ഫ്രീക്വൻസി മാറുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ചെറുതാണ്, വളരെ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് ആക്ച്വലി ഒരു റിസീവർ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, സോ ഇഫ് ഇറ്റ് ഈസ് ആക്ച്വലി റിസീവ്ഡ് ബൈ, ഫോർ എക്സാമ്പിൾ എ ഫേസ് മോഡുലേറ്റഡ് വേവ് ഈസ് റിസീവ്ഡ് by a receiver, radio receiver. It can be received even if you are using an FM, it is in FM mode or in PM mode. FM മോഡിൽ ഉപയോഗിച്ചാലും നമുക്കൊരു PM മോഡുലേറ്റഡ് വേവിനെ റിസീവ് ചെയ്യാൻ കഴിയും. കാരണം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, കാരണം രണ്ടിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ആംഗിൾ മോഡുലേഷൻ ആയതുകൊണ്ട് അതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സ്ലൈറ്റ് ആണ്. അത് ഫ്രീക്വൻസി മാറുന്നു, ഒന്നിൽ ഫ്രീക്വൻസി മാറുന്നു, മറ്റേതിൽ അതിൻ്റെ ഫേസ് മാറുന്നു, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ ഫ്രീക്വൻസിയും ഫേസും റിലേറ്റഡ് ആണ്. ആക്ച്വലി ഫ്രീക്വൻസിയും ഫേസും റിലേറ്റഡ് ആവുന്നുണ്ട്. കാരണം ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മളവിടെ ഒരു പക്ഷേ അത് ടൈം റിലേറ്റീവായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അതിനെ ഫ്രീക്വൻസി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, അല്ലെ ഫേസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു എപ്പോഴും നമ്മൾ ഇത് രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണെന്ന് പറയാം, FM ഉം PM. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയാനുള്ള റീസൺ എന്നുള്ളത് നിങ്ങൾക്ക് കെനഡിയിലോ ഏതെങ്കിലും ഒരു ബേസിക്സ് ഡിസ്കസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിൽ പോകും. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്
evolution of communication standard from changing from one standard to another, starting with amplitude modulation, later on standard FM-ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു റേഡിയോ റിസീവർ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. പഴയ കാലത്തെ റേഡിയോ നിങ്ങൾ വിചാരിച്ചാൽ മതി. ആ റേഡിയോ റിസീവർ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് നമ്മൾ FM സ്റ്റാൻഡേർഡ് ഓൾ ടുഗെദർ വന്നു കഴിഞ്ഞാൽ AM ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് FM ചാനലുകൾ റെഡ് FM, ക്ലബ് FM അങ്ങനെ പറഞ്ഞ് ഒരുപാട് ചാനലുണ്ട്. മാംഗോ FM മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാനലുണ്ട്. ഈ ചാനലുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് AM റിസീവേഴ്സിൽ ഇത് കിട്ടാതെ പോകും. കാരണം AM ഹാൻഡ്സ് റിസീവർ ഇരിക്കുന്ന റേഡിയോ റിസീവർ ഇരിക്കുന്നവർക്ക് ഈ പ്രോഗ്രാം ഒന്നും കിട്ടാതെ പോകും. അപ്പോൾ ഒരേ സമയത്ത് ഈ പ്രോഗ്രാമുകൾ AM റിസീവറിലും കൂടെ അത് AM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വഴിയും ട്രാൻസ്മിറ്റ് ചെയ്യണം. FM-ലും കൊടുക്കാം, AM-ലും കൊടുക്കാം. അപ്പോൾ FM റിസീവർ ഉള്ളവർക്ക് അത് FM-ലും കേൾക്കാം, AM റിസീവർ ഉള്ളവർക്ക് അത് AM-ലും കേൾക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ മുന്നേ കാലത്ത് ഇപ്പോൾ ന്യൂസ് ചാനലാണ്. ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ നിന്ന് കേൾക്കുന്ന ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എല്ലാം ഒരേപോലെ FM റേഡിയോ ആണെങ്കിലും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അത് സാധാരണ മറ്റേ പഴയ റേഡിയോ ആണെങ്കിലും എല്ലാത്തിലും AM റിസീവറിലും FM റിസീവറിലും ഒരേപോലെ കിട്ടുമായിരുന്നു. അവിടെ ഒരു കമ്പാറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ളൊരു കമ്പാറ്റബിലിറ്റി തന്നെയാണ് ഇവിടെ 1G, 2G, 3G, 4G, 5G തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ ഒബ്സലീറ്റ് ആകും. ഫോർ എക്സാമ്പിൾ 1G ഹാൻഡ്സെറ്റ് ഒന്നും ഇപ്പം ആരും ഉപയോഗിക്കുന്നുണ്ടാവില്ല. 1G ഫോൺസ് ഒന്നും ആരെങ്കിലും ഉണ്ടാവില്ല. ഇപ്പോൾ അതേസമയം 2G എന്നുള്ളത് ഇപ്പോൾ പലരുടെയും കയ്യിൽ ഉണ്ടാകാം. പല ഹാൻഡ്സെറ്റും 2G മോഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2G GSM മോഡിലുള്ള സെറ്റുകളൊക്കെ പഴയ നോക്കിയ സെറ്റുകൾ അല്ലെ അതിൽ ഇപ്പം പല സെറ്റുകളും 2G നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ചിലത് 3G നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സ്റ്റാൻഡേർഡ് എത്തി നിൽക്കുന്നത് ആക്ച്വലി 3G ആൻഡ് അബവ് ആണ്. ഇപ്പോൾ 3G ആൻഡ് അബവ് ഇപ്പോൾ 5G ഹാൻഡ്സെറ്റ് വരെ 5G ട്രാൻസ്മിഷൻ വരെ ഉണ്ട്. ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം 5G വരെ എത്തി നിൽക്കുന്നുണ്ട് സ്റ്റാൻഡേർഡ്സ്. ഹാൻഡ്സെറ്റുകളെല്ലാം കിട്ടി തുടങ്ങിയത് സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ 4Gയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ 4G കമ്മ്യൂണിക്കേഷനാണ് ഇപ്പം മിക്കവാറും പിന്നെ ജിയോ കണക്ഷനിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത് 5Gയിലേക്ക് മാറാൻ ആദ്യം സമയം വേണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ വെസ്റ്റിൽ വന്നു കഴിഞ്ഞു. അതായത് US-ലും അതുപോലെ ജപ്പാനിലൊക്കെ ഈ പറയുന്ന എപ്പോഴും ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്നതിന് 2-3 കൊല്ലം മുമ്പ് തന്നെ അവിടെ അത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി നമ്മുടെ മെറ്റീരിയൽസ് വായിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിനെ പറ്റി ഒരു കണക്ടിവിറ്റി കിട്ടും. എവല്യൂഷൻ എന്നുള്ള രീതിയിൽ, ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ തന്നെ വായിച്ചു പോവുക. ഫസ്റ്റ് ജനറേഷൻ മുതൽ എങ്ങനെയാണ് ഇത് തുടങ്ങിയെന്നുള്ളതും അതുപോലെ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ബേസിക്സ് എന്താണെന്നുള്ളത് നമ്മൾ അറിയാമെങ്കിൽ നമുക്ക് യാതൊരു പ്രയാസവും ഈ സബ്ജക്റ്റിൽ പഠിക്കാനോ മനസ്സിലാക്കാനോ ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. സോ ബാക്കി നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചില ടേബിൾസാണ്, ചില ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ ഷെയർ ചെയ്യാം. സോ സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് ജനറേഷൻ, then we move on to the second generation. So first generation actually used analog FM or FDMA FDD standards. Then in the second generation we use digital modulation formats such as TDMA or FDD and CDMA or FDD. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിലെ സ്ലൈഡിൽ എടുത്താണ്, എങ്കിലും അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇവിടെ തന്നെ ഈ ടേബിളിൽ ഇത് കാണിച്ചിട്ടില്ല, എങ്കിലും ഞാനത് ഒന്നുകൂടെ ഇവിടെ മെൻഷൻ ചെയ്യാം. അതായത് ഇവിടെ ഫസ്റ്റ് ജനറേഷൻ നമ്മൾ ഉപയോഗിച്ചിരുന്നത്, ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺസിൽ അല്ലെങ്കിൽ സെല്ലുലാർ നെറ്റ്വർക്ക്സിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് അനലോഗ് എഫ് എം ഓർ ഇറ്റ് ക്യാൻ ബി FDMA or FDD standard. So here FDMA stands for frequency division multiplexes and FDD stands for frequency division duplex. Then again in second generation we have used TDMA or FDD and CDMA or FDD. And CDMA is an advanced form of the FDMA ഇവിടെ നമ്മൾ ഇതിനകത്ത് മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് പറയുന്ന സമയത്ത്
ഇവിടെ CDMA കമ്പയർ ചെയ്യുമ്പോൾ FDMA ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം CDMA എന്ന് പറയുന്നത്. സോ CDMA ഈസ് എ മച്ച് ഹയർ ഫോം ഓഫ് മൾട്ടിപ്പിൾ ആക്സസ് മെത്തേഡ്. So it stands for code division multiple access. Okay, it stands for code division multiple access. ഇവിടെ നമുക്ക് ഇവിടെ ഈ ടെക്നിക്കിൽ so you can compare various types of multiple access methods. So TDMA stands for time division multiplexing, FDMA stands for frequency division multiple access. ഇവിടെ multiplexing എന്നാണ് multiple access എന്നുള്ള ടേം വന്നിട്ടുള്ളത്. So simply TDM means time division multiplexing and TDMA stands for time division multiple access, and FDM simply means frequency division multiplexing, and FDMA stands for frequency division multiple access. Yes, CDMA stands for code division multiple access. Okay, so this is also a radio standard which is similar to GSM. GSM പോലെ തന്നെയാണ് ഇവിടെ CDMA സ്റ്റാൻഡേർഡ്. GSM എന്ന് പറയുന്നത് it stands for global system mobile. GSM stands for global system mobile. ഇപ്പോൾ GSM ആയിരുന്നു പഴയ 2G എന്ന് പറയുന്നതൊക്കെ GSM ആയിരുന്നു. GSM സ്റ്റാൻഡേർഡാണ് കൂടുതലും. ഇപ്പോൾ TDMA FDD എന്ന് പറയുന്നതിൽ GSM മൊബൈൽ ഹാൻഡ്സെറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ CDMA പിന്നീട് വരികയും ചെയ്തിട്ടുണ്ട്. CDMA ഇപ്പം റിലയൻസ് ഒക്കെ CDMA ആയിരുന്നു സെറ്റുകളാണ് ആ സമയത്ത് 2G സ്റ്റാൻഡേർഡിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ രണ്ടുമുണ്ട്, അതായത് TDMA സ്റ്റാൻഡേർഡ് കൊണ്ട് ഒരേ സമയം CDMA ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് GSM സ്റ്റാൻഡേർഡ്, ഫോർ എക്സാമ്പിൾ BSNL പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ആ കാലഘട്ടത്തിൽ BSNL അവിടെ നെറ്റ്വർക്ക് കൊടുത്തുകൊണ്ടിരുന്ന വെച്ചാൽ GSMലായിരുന്നു. GSM സ്റ്റാൻഡേർഡ്, ദാറ്റ് ഈസ് ഗ്ലോബൽ സിസ്റ്റംസ് മൊബൈൽ. ഗ്ലോബൽ സിസ്റ്റംസ് മൊബൈൽ. അതേസമയം ഇവിടെ റിലയൻസ് കൊടുത്തുകൊണ്ടിരുന്ന വെച്ചത് അത് CDMAയിലായിരുന്നു. ഇപ്പോൾ പഴയ റിലയൻസിൻ്റെ ഹാൻഡ്സെറ്റ് എവിടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അത് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചറിയാം. അതിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് CDMA സ്റ്റാൻഡേർഡ്. ആൻഡ് CDMA സ്റ്റാൻഡ്സ് ഫോർ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. And so CDMA came into existence in 2G and 3G generations. അപ്പോൾ 3G ജനറേഷനിൽ അത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ GSM എന്ന് പറയുന്നത് പതിയെ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് അത് ഒഴിവാക്കി തുടങ്ങി. ഇപ്പോൾ കൂടുതൽ CDMA ആണ് ഉപയോഗിക്കുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി ബേസ്ഡ് ഓൺ എ സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജി. CDMA is based on spread spectrum. CDMA is based on a spread spectrum ടെക്നോളജി. കാരണം ഇവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതിൽ തന്നെ. കാരണം ബാൻഡ് അലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, ഒരു ഗിവൺ ബാൻഡ് വിഡ്ത്തിൽ എന്ന് പറയുന്നത് ഫിക്സഡ് ആക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ യൂസർ, ഇപ്പോൾ യൂസർ 1 യൂസർ 2 കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. യൂസർ 1 യൂസർ 2 യൂസർ 3 യൂസർ 4 യൂസർ 8 ഓരോ യൂസർക്കും ഒരു ഫിക്സഡ് ബാൻഡ് വിഡ്ത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സേ ഫോർ എക്സാമ്പിൾ ഒരു 1.2 MHz വീതം നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ അതൊരു സാധാരണ ഇതൊരു CDMA സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ക്യാൻ ബി സംതിങ് ലൈക്ക് 1.2 MHz ചാനൽ. ഇറ്റ്സ് എ കോമൺ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ബൈ സെവറൽ സർവീസ് പ്രൊവൈഡേഴ്സ്. 1.25 MHz ചാനൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ചിലവരത് യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലരത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഐഡിയലായിട്ടുള്ള ചാനലും ഉണ്ടാവും, അതേസമയം ബിസി ആയിട്ടുള്ള ചാനലും ഉണ്ടാവും. ഇത് ഫ്ലെക്സിബിളായിട്ട് നമ്മൾ അലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് ഇവിടെ സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജി എന്ന് പറയുന്നത്. സോ ഈ സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജി ആക്ച്വലി മേക്സ് ഒപ്റ്റിമൽ യൂസ് ഓഫ് ദി അവൈലബിൾ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അത് കൂടുതൽ ഡാറ്റ അത് ട്രാൻസ്മിഷൻ സ്പീഡ് പറയുന്ന പോലെ ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളവർക്ക് ആ ബാൻഡ് വിഡ്ത്ത് കൂടുതലായിട്ട് അലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് അവിടെ സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജി ഉള്ളത്. അപ്പം ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ഫ്ലെക്സിബിൾ അലൊക്കേഷൻ ഓഫ് ബാൻഡ് വിഡ്ത്ത്.
and since it uses spectrum technology, it allows each user to transmit data over the entire frequency spectrum anytime. അപ്പോൾ ഈ ഫ്രീക്വൻസി സ്പെക്ട്രത്തിലൂടെ ഏത് സമയത്തും നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് അല്ലെങ്കിൽ അതിനുള്ള അവസരം നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അവിടെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് ലിമിറ്റില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഡേറ്റ അയക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പോൾ അവിടെ അതേസമയം എല്ലാവരും ഒരേപോലെ ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് സംതിങ് ലൈക്ക് കോൾഡ് സംതിങ് ലൈക്ക് എ ബോട്ടിൽ നെക്ക്, അല്ലെങ്കിൽ അതിലൊരു ഡെഡ് ലോക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് അങ്ങനെ സംഭവിക്കില്ല, കാരണം എല്ലാ യൂസേഴ്സും ഒരേ സമയം ഡേറ്റ യൂസ് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം കുറച്ച് പേര് ഐഡിയലായിരിക്കും, കുറച്ച് പേര് ഹെവി ആയിട്ട് യൂസ് ചെയ്യും, അങ്ങനെ ആയിരിക്കും. സോ CDMA പ്രൊവൈഡ്സ് വൺ ഓഫ് ദ മോസ്റ്റ് സെക്യൂർ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡ്യൂ ടു ഇറ്റ്സ് സ്പെക്ട്രം ടെക്നോളജി. അതിൽ സെക്യൂറാണ് CDMA ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അതിലേക്ക് കൂടുതൽ നമുക്ക് പോകുന്നതിന് മുമ്പേ ഇവിടെ നമുക്കിത് കമ്പയർ ചെയ്യാനായിട്ട് ഈ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ പറയുന്നത്. അതായത് 1G സെല്ലുലാർ നെറ്റ്വർക്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ അനലോഗ് എഫും പിന്നെ FDMA FDD സ്റ്റാൻഡേർഡും, സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് TDMA FDD ഓർ CDMA ഓർ FDD, CDMA ബാർ FDD. അപ്പോൾ ഇവിടെ FDD എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ ഡ്യൂപ്ലെക്സ് ആണ്. ഇപ്പോൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, സാധാരണ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത് പിന്നെ ബോത്ത് വേ കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ അത് ഒരു സാധാരണ സിംപ്ലെക്സ് ഉണ്ട്, അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സാധാരണ നമ്മുടെ റേഡിയോ ഉപയോഗിക്കുന്ന റേഡിയോ എന്ന് പറയുന്നത് അവിടെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാം നമുക്ക് കേൾക്കാൻ കഴിയും, പക്ഷേ നമുക്ക് തിരിച്ചങ്ങോട്ടൊന്നും പറയുന്ന പ്രക്ഷേപണ നിലയത്തിലേക്ക് ഒന്നും നമുക്ക് തിരിച്ച് പറയാൻ കഴിയില്ല, അങ്ങോട്ടേക്കൊന്നും അയക്കാൻ പറ്റില്ല മെസ്സേജ്. അത് വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം നമ്മൾ സാധാരണ റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷനോ അതേപോലെ തന്നെയാണ്. പ്രക്ഷേപണം ചെയ്യുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൾ ഒരു വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുള്ളൂ. അവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് റേഡിയോ റിസീവറിലോ അല്ലെങ്കിൽ ടെലിവിഷൻ റിസീവറിലോ റിസീവ് ചെയ്യാം. ഇറ്റ്സ് എ സിംപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ. വേറാസ് ഇൻ എ ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ സംതിങ് ലൈക്ക് എ വാക്കി ടോക്കി. ഇപ്പോൾ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്നത് വാക്കി ടോക്കി ഉപകരണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ. അതായത് അവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ടോക്ക് ആൻഡ് ലിസൺ മോഡുണ്ട്. ഇപ്പോൾ ടോക്ക് മോഡിലാണെങ്കിൽ ടോക്ക് ചെയ്യാം, ലിസൺ മോഡിലാണെങ്കിൽ ലിസൺ ചെയ്യാം. ടോക്കിങ്ങും ലിസണിങ്ങും ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനെ നമ്മൾ പറയുന്ന പേര് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്നാണ്. ഇറ്റ്സ് കോൾഡ് ആസ് എ ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ. വേറാസ് ഇൻ എ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ സംതിങ് ലൈക്ക് എ മൊബൈൽ ഫോൺ. In a full duplex mobile communication, what you are doing actually, you can transmit both way. അതായത് ഒരേ സമയം നമുക്ക് സംസാരിക്കാനും കേൾക്കാനും കഴിയും. സോ യു ക്യാൻ ബോത്ത് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ്, അല്ലേ? ആ ഒരു മെത്തേഡിനെയാണ് നമ്മളിവിടെ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ഈ കേസിലെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യത്തിലും ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ FDD എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ഫ്രീക്വൻസി ഡിവിഷൻ ഡ്യൂപ്ലെക്സ്. ആ ടേം അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പേരാണ് FDD എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് GSM സ്റ്റാൻഡ്സ് ഫോർ ഗ്ലോബൽ സിസ്റ്റം മൊബൈൽ. ഞാൻ നേരത്തെ പറഞ്ഞു BSNL ഉപയോഗിക്കുന്നത് GSM ആണ്, റിലയൻസ് ഉപയോഗിക്കുന്നത് CDMA ആണ്. കാരണം ഓരോ സർവീസ് പ്രൊവൈഡറും നെറ്റ്വർക്കും അവർക്ക് സൗകര്യമുള്ള രീതിയിലാണ് അവരുടെ ഡിവൈസുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ CDMA ഹാൻഡ്സെറ്റും GSM ഹാൻഡ്സെറ്റും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സർക്യൂട്ട്സ് അതിൻ്റെ ഡിസ്ക്രീറ്റ് ഡിവൈസുകളൊക്കെ ഓരോന്നിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഒരു CDMA സെറ്റിൽ നമുക്ക് GSM റിസീവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പം കൂടുതലും മാനുഫാക്ചറേഴ്സ് ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹാൻഡ്സെറ്റ് ഇറക്കി കഴിഞ്ഞാൽ ആ ഹാൻഡ്സെറ്റിൽ പല മോഡിൽ നമുക്ക് റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നെറ്റ്വർക്ക് മോഡ് സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ട്. പലതിലും അത് ഓട്ടോമാറ്റിക്കുമാണ്. ഇപ്പോൾ ചില സ്ഥലത്ത് റേഞ്ച് പിന്നെ ചില പ്രദേശത്ത് നമ്മൾ ചെല്ലുമ്പോൾ 2G നെറ്റ്വർക്കേ ഉണ്ടാവുള്ളൂ. സപ്പോസ് നമ്മുടെ ഹാൻഡ്സെറ്റ് 3G ആയിരിക്കാം, അല്ലെങ്കിൽ 5G സപ്പോർട്ടിങ് ആയിരിക്കാം. പക്ഷേ സർവീസ് പ്രൊവൈഡർ അവിടെ കൊടുക്കുന്നില്ല, ഈ പറയുന്ന 5G കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കത് 4Gയിലേക്ക് മാറും, ഇല്ലേ 3G ഉള്ളിടത്ത് അത് 3Gയിലേക്ക് മാറും. ഇനി അത് 2G നെറ്റ്വർക്കേ ഉള്ളെങ്കിൽ അവിടെ 2Gയിലേക്ക് മാറും. അങ്ങനെ ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഹാൻഡ്സെറ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പുതിയ ഹാൻഡ്സെറ്റുകളിലൊക്കെ ആ രീതിയിലുള്ള ഡിസൈനിങ് ആണ് നടന്നിട്ടുള്ളത്. സോ ദർ ഇസ് ആക്ച്വലി ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻ. ആൻഡ് ഹിയർ നേരത്തെ ഞാൻ പറഞ്ഞ കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന പ്രശ്നം റിസോൾവ് ചെയ്യും. കാരണം ഒരേ ഹാൻഡ്സെറ്റ് തന്നെ നമുക്ക് 2G നെറ്റ്വർക്കിൽ ഉപയോഗിക്കാം, 3Gയിൽ ഉപയോഗിക്കാം, 4Gയിൽ ഉപയോഗിക്കാം, 5Gയിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഈ ക്യാൻ ഈവൻ സെലക്ട് ബിറ്റ്വീൻ CDMA ആൻഡ് GSM ഓൾസോ. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസും ഹാൻഡ്സെറ്റിൽ കൊടുക്കാറുണ്ട്. സോ
Here let us take a graph here. Subscriber base as function of cellular technology in late 2001. ഇപ്പോൾ ഈ 2001 എന്ന് പറയുന്ന ഒരു ഇയർ ക്രിട്ടിക്കലാണ്. കാരണം ആ സമയത്താണ് ഒരുപാട് ഇതിൻ്റെ റവല്യൂഷൻ, അതായത് ചേഞ്ച് വരുന്നത് വേൾഡ് ഓവർ. ഇത് എന്താ പറയുക, വേൾഡ് എല്ലായിടങ്ങളിലും ദി ടെക്നോളജി ഈസ് ആക്ച്വലി അഡ്വാൻസിങ് അറ്റ് എ ട്രമെൻഡസ് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് തന്നെ ടെക്നോളജി വരികയാണ്, മൊബൈൽ ഫോൺ അല്ലെ സെല്ലുലാർ ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണ്. So worldwide subscriber base as a function of cellular technology in late 2001. So what is happening here? So you can see the number of subscribers using a technology. So in millions. So either 0 million, 100 million, 200 million, 300 million, 400 million. So ഇവിടെ ഇയർ നമ്മൾ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം സേ 2001 മുതൽ ഫർദർ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ 2001 ആയപ്പോൾ തന്നെ പലയിടത്ത് പല ഭാഗങ്ങളിലും ഇവിടെ ഈ പറയുന്ന ഇത്രയും ടെക്നോളജികൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആക്ച്വലി വി ക്യാൻ സീ ദ സ്റ്റാറ്റിസ്റ്റിക്സ് സംതിങ് ലൈക്ക് ദിസ്, അബൌട്ട് 100 between 100 and 200 million, almost say here it's below 150. So almost 125 million users are using first generation analog mobile phones or cellular technology. Then about 350 million users are using GSM technology. ഇപ്പോൾ ഇതൊരു വേൾഡ് ലെവലിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സാണ്. 2001 വേൾഡ് ലെവലിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, then again many of the countries have adopted different standards. So out of which IS 136 and PDC, this standard is adopted, and about say 90 or around 90 million users are using these standards. And IS 95, which is CDMA standard, is being adopted by several countries, and almost in the world over we can say that about 110 around users are using subscribers are using these technologies. ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഒരു 2G കമ്മ്യൂണിക്കേഷൻ, ഒരു 2G നെറ്റ്വർക്കിൽ നമുക്കൊരു ഇമെയിൽ പുഷ് ചെയ്യാൻ തന്നെ വളരെ പ്രയാസമാണ്. കാരണം ഒരു ഇമെയിൽ അയക്കണമെങ്കിൽ ചിലപ്പോൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് സേ ഇറ്റ് മേ ടേക്ക് 2 to 5 minutes. അതേസമയം ഒരു 3G നെറ്റ്വർക്ക് അയക്കുന്നപ്പോഴത്തേക്ക് ഇമെയിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് അയക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിത് കോൺഫിഗർ ചെയ്യണമെങ്കിൽ പഴയ സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. 2G സെറ്റുകൾ ഉള്ളവർക്കറിയാം, പോപ്പ് IMAP സെറ്റിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് സാധാരണ സെറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് അതിൽ ജിമെയിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ഒക്കെ വേണം. അതിന് ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഒരു ആൻഡ്രോയിഡ് സെറ്റിൽ, ഇപ്പോൾ പുതിയൊരു സെറ്റിൽ നമുക്കൊരു ജിമെയിൽ യൂസ് ചെയ്യാനായിട്ടൊരു പ്രയാസമില്ല. കാരണം നമുക്കൊരു മെയിൽ അയക്കാം, എളുപ്പം മെയിൽ അയക്കാം, അത് ട്രാൻസ്മിറ്റ് ചെയ്യാനും എളുപ്പമാണ്. കാരണം 3G വളരെ ഫാസ്റ്റാണ്. സോ കമ്പയർഡ് വിത്ത് ദി ഏർലി 2G നെറ്റ്വർക്ക്സ് 3G ഈസ് ഫാസ്റ്റ്, ആൻഡ് ഈവൻ വി ക്യാൻ സെൻഡ് വോയിസ് ഓർ വീഡിയോ. അത് നമുക്ക് ഫോർ എക്സാമ്പിൾ നേരത്തെ ടെക്സ്റ്റാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമെയിൽ വഴിയോ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈവൻ വാട്സാപ്പ് ഓൾസോ, ഓർ ഇറ്റ് ക്യാൻ ബി any modes for something like Skype also we can use. ഇപ്പോൾ ഇവിടെ വോയിസ്, ടെക്സ്റ്റ്, വീഡിയോ ഇതെല്ലാം അയക്കുന്നുണ്ട് അല്ലേ. സോ ദാറ്റ് ക്യാൻ ബി ടെക്സ്റ്റ്, വോയിസ് ആൻഡ് വീഡിയോ. ഇത് മൂന്ന് തമ്മിൽ എന്താ വ്യത്യാസം ആക്ച്വലി? സോ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൽ മിനിമം എമൗണ്ട് ഓഫ് ഡേറ്റ മാത്രമേ ഇവിടെ ആവുന്നുള്ളൂ. ടെക്സ്റ്റ് അയക്കാൻ ഏറ്റവും കുറവ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്, അത് അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് എന്ന് പറയുന്നത്, അതായത് can say that in terms of the number of bytes required, okay, to send a text, voice or data, or means video, something like in the order of kilobytes മതി നമുക്ക് ശരിക്കും ഇവിടെ ടെക്സ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, order of some kilobytes. And you can even have voice in the order of kilobytes. Small voice recordings can be sent in kilobytes also, but usually it will take a few megabytes. സാധാരണ MB എന്ന് നമ്മൾ പറയുന്നത് മെഗാബൈറ്റ് എന്ന് പറയും, അതായത് കിലോബൈറ്റ് എന്ന് പറയും. ഇപ്പോൾ കിലോബൈറ്റ് ടെക്സ്റ്റ് എല്ലാം കിലോബൈറ്റിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇനി we have several hundred megabytes if you are transmitting video. ഇവിടെ MB. അപ്പോൾ ഇതൊക്കെ വീഡിയോ, വോയിസ് ഒക്കെ അയക്കണമെങ്കിൽ നമുക്ക്
MB സൈസാകും. അതിൽ കുറച്ചുകൂടെ കൂടുതൽ വരുന്നത് വീഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ്. ടെക്സ്റ്റിൽ നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്പാരിസൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ, സോ ഇൻ ദ ആക്ച്വലി 2G വാസ് ഇറ്റ് ഈസ് ഈസി ടു ട്രാൻസ്മിറ്റ് ടെക്സ്റ്റ് ഇൻ 2G വൈൽ ഇറ്റ് വിൽ നോട്ട് സപ്പോർട്ട് വോയിസ് ഓർ വീഡിയോ. അത് അങ്ങനെ ചെയ്യണേ തന്നെ അതിനകത്ത് ഒരുപാട് സെറ്റിങ്സ് കൊണ്ട് ഒരുപാട് ടൈം എടുക്കും. കാരണം അപ്ലോഡിങ് ടൈമൊക്കെ ചിലപ്പോൾ 10-20 അരമണിക്കൂറോ അല്ലെ 3/4 മണിക്കൂറോ ഒക്കെ എടുക്കാം. ചിലപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ ചിലപ്പം അത്രത്തോളം സമയം 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് സമയമൊക്കെ എടുക്കാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ഡാറ്റ സ്പീഡ്, how fast the network is, depending on the users available, users who are using the network. Actually the transmission time may vary. It was difficult, we can say it is difficult to transmit voice or video on a 2G network. The most popular second generation standards include 3 TDMA standards and 1 CDMA standard. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്നത് ഒരു 3 TDMA സ്റ്റാൻഡേർഡും ഒരു CDMA സ്റ്റാൻഡേർഡും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ആൻഡ് the TDMA standard uses something called as a GSM or Global System Mobile, and which supports 8 time slot users for each 200 kHz റേഡിയോ ചാനൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ അലോക്കേറ്റഡ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നതും നമുക്ക് വേരി ചെയ്യാം. കാരണം ചാനൽ ഒരു ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, സപ്പോസ് നമുക്ക് ഇവിടെ ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇത് ഈ കാണിച്ചിരിക്കുന്നതാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ഓരോ ചാനൽ എന്ന് പറയുന്നത് അല്ലേ. സപ്പോസ് നമുക്കിവിടെ ഒരു 1000 kHz അല്ലെങ്കിൽ 1 MHz ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1 MHz ആണ്. അതിൽ 200 ചാനലാണ് ഒരു ചാനൽ 1. ഇവിടെ നമുക്ക് ചാനൽ 1 ചാനൽ 2 ഇങ്ങനെ എടുക്കാം, ചാനൽ 3 സോ ഓൺ. അപ്പോൾ ഓരോ ചാനലും 200 kHz എടുക്കുകയാണ്. സംതിങ് ലൈക്ക് 200 kHz ഓരോ ചാനലും എടുക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇത്തരത്തിൽ നമുക്ക് ഒരു 5 ചാനൽ ഉണ്ടെന്ന് വിചാരിക്കുക. ചാനൽ 2, ചാനൽ 3, ചാനൽ 4, ചാനൽ 5. അങ്ങനെ ഈ ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എത്ര ഉണ്ടാവും? 200 × 5, so which is equal to 1000 kHz, or which is we can call as a 1 MHz. അപ്പോൾ 1 MHz ബാൻഡ് വിഡ്ത്ത് ടോട്ടൽ വേണം. കാരണം ഇവിടെ ഓരോ ചാനലും 200 kHz വീതമാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വി റിക്വയർ എ ടോട്ടൽ ഓഫ് 1 MHz. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി അവൈലബിൾ ബാൻഡ് വിഡ്ത്ത്, the network provider or the service provider has designed in such a way that each channel occupies a particular band of frequency. അപ്പോൾ ഈ ബാൻഡ് വിഡ്ത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം ഇവിടെ പറഞ്ഞ പോലെ ഈ 1 MHz ബാൻഡ് വിഡ്ത്തിൻ്റെ ഉള്ളിൽ ഇവിടെ 5 ചാനലുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡറിനനുസരിച്ച് അത് ഇറ്റ് വിൽ ബി ചേഞ്ചിങ്. ഇവിടെ നമുക്ക് GSM സിസ്റ്റം, സോറി ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്തിരിക്കുന്നത് 200 kHz ഒരു ചാനലിന് എടുക്കുകയാണെങ്കിൽ, ഒരു റേഡിയോ ചാനലിന് എടുക്കുകയാണെങ്കിൽ അത്തരത്തിൽ നമുക്ക് 5 ചാനൽ കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ 1 MHz ബാൻഡ് വിഡ്ത്ത് നമുക്ക് ടോട്ടൽ വേണം. സോ ആക്ച്വലി ജനറലി GSM പ്രൊവൈഡേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് ഇത്തരത്തിൽ 8 ടൈം സ്ലോട്ട് യൂസേഴ്സാണ് കൊടുത്തിരുന്നത്. അതായത് 200 kHz ചാനലിൽ ഇവിടെ GSM സ്റ്റാൻഡേർഡിൽ നമുക്ക് കൊടുത്തിരുന്നത് എങ്ങനെയാണ്? GSM സ്റ്റാൻഡേർഡിൽ actually they have provided with supports 8 time slotted users for each 200 kHz radio channel. ഇവിടെ ഒരു ചാനൽ എന്ന് പറയുന്നത് 200 kHz ആണ്. അപ്പോൾ ഇവിടെ ഓരോ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു യൂസർ ഉപയോഗിക്കുന്ന ഈ പർട്ടിക്കുലർ ചാനലാണ്. നേരത്തെ അത് നമ്മൾ ആ ഒരു ടേം ഉപയോഗിച്ചിരുന്നത് കേബിൾ പെയർ എന്നാണ്. കാരണം ആ കേബിൾ പെയർ എന്നുള്ള വാക്ക് വന്നത് ലാൻഡ് ലൈൻ കമ്മ്യൂണിക്കേഷൻ, അത് വയേർഡ് കമ്മ്യൂണിക്കേഷനിലാണ്. ഇവിടെ അതിന് അനലോഗസ് ആയിട്ട് നിൽക്കുന്നത് ചാനലാണ്. കാരണം ഒരു യൂസർ വേറൊരു യൂസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എ ചാനൽ ഷുഡ് ബി അലോക്കേറ്റഡ്. A particular channel has to be allocated, and which can also be called as a time slot.
ഒരു ടൈം സ്ലോട്ട് അലോക്കേറ്റ് ചെയ്യണം. ആ ടൈം സ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ചാനൽ, ഒരു പർട്ടിക്കുലർ ചാനലും അതിൻ്റെ ടൈം സ്ലോട്ടും ഓരോ യൂസർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ 8 യൂസർക്ക് ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും യൂസിങ് എ 200 kHz റേഡിയോ ചാനൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. And this has been deployed widely by service providers in Europe, Asia, Australia, South America, and some parts of US also. So, and it is used in the PCM spectrum band. PCM spectrum, PCS spectrum എന്ന് പറയുന്നത് ഇവിടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്നാണ് പറയുന്നത്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സർവീസ്. So, PCS band is called as personal communication service. Then in the PCS band, and the PCS stands for personal communication service. And example of this is GAR 99. ഇങ്ങനെ ഒരു ഈ PCS കമ്മ്യൂണിക്കേഷൻ സർവീസ് അത്തരത്തിലുള്ളൊരു സ്റ്റാൻഡേർഡാണ്. പ്രത്യേകിച്ച് GSM PCS എന്ന് പറയാം അല്ലേ. GSMലുള്ളൊരു GSM സ്റ്റാൻഡേർഡിലാണ് നമ്മളിവിടെ PCS ഉപയോഗിക്കുന്നത്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്നാണ് പറയുന്നത്. സോ അതിലുള്ളൊരു പ്രോട്ടോക്കോളിൻ്റെ പേരാണ് GAR 99 എന്ന് പറയാം. അപ്പോൾ ഇതിൽപ്പെട്ട ഇതാണ് GAR 99. So this is actually widely adopted in Europe, and actually another standard which is 136 also IS 136. So also known as North American Digital Cellular Standard. So this is also known as NADC, which stands for North American Digital Cellular Standard. Okay. So these standards actually ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് മുന്നത്തെ ഒരു ഗ്രാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ദിസ് വാസ് ദി കമ്പാരിസൺ വി ഹാഡ് ഡൺ. ഫസ്റ്റ് ജനറേഷൻ അനലോഗ് GSM, പിന്നെ IS 136. ഇപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡാണ്. കാരണം ഇത്രയും മില്യൺ യൂസേഴ്സ് 2001 ഇത് ഈ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇൻ പാർട്സ് ഓഫ് യൂറോപ്പ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡിന് അല്ലെങ്കിൽ പ്രോട്ടോക്കോളിന് ഒരു പേര് അവിടെ കൊടുത്തിരിക്കുന്നതാണ് പറയുന്ന. അതിൽ ഒന്ന് ആണ് GAR 99 എന്ന് പറയും. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദി ഇൻ്ററിം സ്റ്റാൻഡേർഡ് 136. IS ഫുൾ ഫോം ഈസ് ഇൻ്ററിം സ്റ്റാൻഡേർഡ്. ഓക്കെ. അപ്പോൾ these are actually protocols or standards. ഒന്ന് ഹോൾഡ് ചെയ്യാം. ഞാനൊന്ന് ചാർജ് ലേശം ഡൗൺ ആയിട്ടുണ്ടെന്ന് ഒന്ന് കണക്ട് ചെയ്യട്ടെ. വയറൊന്ന് കണക്ട് ചെയ്യട്ടെ.
So okay, coming back. So these are actually IS 136. These are all actually 2G standards. 2G cellular communication നെറ്റ്വർക്കിലാണ് നമ്മൾ പറയുന്ന GAR 99. അതുകൂടാതെ സോ GAR 99 എന്ന് പറയുന്നത് ഇറ്റ്സ് എ PCM സ്പെക്ട്രം യൂസിങ് PCM സ്പെക്ട്രം ആൻഡ് GSM. So this has been adopted in by many service providers in Europe, Asia, Australia, South America, and some parts of US. And other parts actually use interim standard, that is 136, IS 136, which is also called as interim standard. So that is it is adopted by North American digital cellular standard. So ഇതും ഈ പറയുന്ന പോലെ പല രാജ്യങ്ങളിലും, അതായത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഏത് ഉപയോഗിക്കണം എന്നുള്ളത് അതത് സർവീസ് പ്രൊവൈഡർ അവരുടെ സൗകര്യവും അവർക്ക് കിട്ടുന്ന ഗാഡ്ജറ്റ്സും ഡിവൈസും അതിനനുസരിച്ചിരിക്കും. കാരണം ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവരുടെയും കയ്യിൽ എല്ലാ കൺട്രീസും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നില്ല. അവർ പലരും ടെക്നോളജി വാങ്ങിക്കുക ചെയ്യുക. അപ്പോൾ ടെക്നോളജി ഏതാണോ വാങ്ങുന്നത്, ഏതാണോ ചീപ്പർ, അതിനനുസരിച്ചായിരിക്കും ഒരു പർട്ടിക്കുലർ രാജ്യം എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ കൺട്രി ഒരു പർട്ടിക്കുലർ സർവീസ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഒരു സെല്ലുലാർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സർവീസ് നെറ്റ്വർക്കാണ്, സെല്ലുലാർ സ്റ്റാൻഡേർഡാണ് ഈ പറയുന്ന പിന്നെ GAR 99 എന്ന് പറയുന്നതും, അതുപോലെ പിന്നെ ഇവിടെ രണ്ടാമതായിട്ട് IS 136 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡും ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ GAR 99 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസിങ് 200 kHz റേഡിയോ ചാനൽ. നേരത്തെ ഇവിടെ ഞാനത് ഒരു ബാൻഡ് വിഡ്ത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇവിടെ 200 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 200 kHz ചാനൽ ബാൻഡ് വിഡ്ത്താണ് ഇവിടെ ഈ GAR എന്ന് പറയുന്ന ഇവിടെ ബേസ്ഡ് ഓൺ GSM PCS, ദാറ്റ് ഈസ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സർവീസ് ഉപയോഗിച്ചിരുന്ന ഈ പറയുന്ന 100 kHz അവിടെ 200 kHz ചാനലാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇവിടെ IS 136 or otherwise called as IS 136 or otherwise called as NADC, North American Digital Cellular Standard. So here IS stands for interim standard. IS stands for interim standard 136, and they are adopting actually 30 kHz റേഡിയോ ചാനൽ. അപ്പോൾ ഈ ഇൻ്ററം സ്റ്റാൻഡേർഡ് IS 136 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് IS 136 സെല്ലുലാർ നെറ്റ്വർക്ക് സ്റ്റാൻഡേർഡിൽ ഉപയോഗിക്കുന്നത് 30 kHz റേഡിയോ ചാനലാണ്. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം 30 kHz റേഡിയോ ചാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് ചാനൽസ് നമുക്ക് കിട്ടുന്നറിയാം. സോ ദിസ് ആക്ച്വലി ഫ്രം understanding of communication theory, we can say that if you are using a 30 kHz radio channel instead of 200 kHz radio channel, as in the case of GSM PCS അഥവാ GAR 99 എന്ന് പറയുന്ന ഈ സ്റ്റാൻഡേർഡ്, GAR 99 എന്ന് പറയുന്ന ഈ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് 200 kHz ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് 200 kHz ആണ്. അപ്പോൾ ഇവിടെ when comparing this with 30 kHz, we can say that in IS 136 we can use more number of channels. That means more number of users can use the network, and that's one of the advantages. But here actually as per the standard, ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ it supports up to 3 time slotted users for each 30 kHz channel. അപ്പം മറ്റേ നേരത്തെ പറഞ്ഞ കേസിൽ 200 kHz ഉപയോഗിക്കുന്നത് എത്ര പേർക്കാണ്? 8 പേർക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. സോ 8 time slotted users can use the 200 kHz channel, whereas in the case of IS 136 we can use only up to എത്ര യൂസേഴ്സാണ് ഇവിടെ പറ്റുക? ഓൺലി അപ് ടു 3 time slotted users. അപ്പോൾ അവിടെ അതാണ് ടൈം സ്ലോട്ടഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് 3 പേര്, 3 യൂസേഴ്സ്, യൂസർ 1, യൂസർ 2, യൂസർ 3, 3 യൂസേഴ്സിന് ഉപയോഗിക്കാം. അതേസമയം ഇവിടെ നേരത്തെ പറഞ്ഞ 200 kHz ഇവിടെ യൂസ് ചെയ്യുന്ന എത്ര പേരാണ്? അപ് ടു 8 ടൈം സ്ലോട്ടഡ് യൂസേഴ്സ് ക്യാൻ യൂസ്. ഇപ്പോൾ ഇവിടെ ടൈം ഡിവിഷൻ ആവശ്യമുണ്ട്. ഈ ടൈം ഡിവിഷൻ അനുസരിച്ച് ഓരോ സ്ലോട്ടും ഓരോ യൂസർക്ക് അലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും
ഇവിടെ ചാനൽ എന്ന് പറയുന്നത് കാരണം ചാനൽ എന്ന് പറയുന്നത് ആക്ച്വലി നമ്പർ ഓഫ് കമ്മ്യൂണിക്കേഷൻ പാത്ത്സ്. ആ കമ്മ്യൂണിക്കേഷൻ പാത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂടുതൽ യൂസേഴ്സിന് നമുക്ക് ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അവിടെ എത്രത്തോളം ചാനലുണ്ടോ അത്രത്തോളം നല്ലതാണ്, അത്രത്തോളം യൂസേഴ്സിന് അത് യൂസ് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല ഓരോ യൂസർക്കും ടൈം സ്ലോട്ട് നമുക്ക് എത്രത്തോളം പെട്ടെന്ന് അലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ ആവുകയും ചെയ്യും. അപ്പോൾ അവിടെ കൂടുതൽ പേർക്ക് കൂടുതൽ സമയം നമുക്കൊരു നെറ്റ്വർക്ക് അനുവദിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കോമൺ ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I think today I will stop with this. I can discuss the remaining in the next class. So some more graphs I had to show. ഞാൻ ഒന്ന് രണ്ട് ഗ്രാഫ് കൂടെ ഇതിനകത്ത് ക്ലാസ് പറയാൻ ഉദ്ദേശിച്ചിരുന്നു. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ചെറിയൊരു അർജൻറ്റ് ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. Maybe I will be taking some special hours. Maybe you can watch it offline. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സമയം കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ കുറച്ച് വീഡിയോ കൂടെ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ക്ലാസ് ടൈമിന് വെയിറ്റ് ചെയ്യാതെ അല്ലാതെ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ഇത് കാണാനും പറ്റും. സോ ഐ വിൽ ട്രൈ ടു പ്രിപ്പയർ സം വീഡിയോ. ഓക്കെ, സോ താങ്ക്സ് ഫോർ ജോയിനിങ് മീ. Read the materials whatever is available on the web, and also the books what are available. Some of the e-books you can refer. E-books നമുക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. e-booksന് e-bookie എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. e-bookie എന്ന് പറയുന്ന സൈറ്റിൽ ചെന്നാൽ ചിലപ്പോൾ കിട്ടും. ഇപ്പോൾ അത് പഴയ പോലെ അത്ര എളുപ്പമല്ല. ഇങ്ങനെയാണ് സൈറ്റ് കിടക്കുന്നത്. e-bookie എന്ന് പറയുന്നത് സൈറ്റിൽ e-books നമുക്ക് കിട്ടും. e-bookie ഇങ്ങനെ എന്താണ്ടാണ് അതിന് സ്പെല്ലിംഗ് ഉപയോഗിക്കുന്നത് e-bookie. അല്ലെങ്കിൽ ഈ PDF എന്ന് പറയുന്ന വേറെ സൈറ്റ് ഉണ്ട്, ഈ PDF. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ഈ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റ് സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ബാറിൽ നിന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുക്കിൽ നിന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ PDF എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ നമുക്ക് അത് കിട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്സ് ഒക്കെ കിട്ടും, അത് ഡൗൺലോഡ് ചെയ്യുക. ചില ബുക്ക് ഫോർമാറ്റ് DJVU എന്ന് പറഞ്ഞൊരു ഫോർമാറ്റില്ല, DJVU ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് WinDJView ഉപയോഗിച്ചാൽ മതി. WinDJView ഉപയോഗിച്ച് നമുക്കത് റീഡ് ചെയ്യാൻ കഴിയും. സാധാരണ PDF ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ഇപ്പോൾ DJViewer എന്ന് അതിന് പറയാം. DJView ഫോർമാറ്റ് ആണെങ്കിൽ WinDJView വർക്ക് ചെയ്യും. അങ്ങനെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ മൊബൈലാണെങ്കിൽ അതിന് പറ്റുന്ന ചില ആപ്സ് ഉണ്ട്, DJView ഫോർമാറ്റിൽ ബുക്ക് വായിക്കാൻ പറ്റുന്ന. ഇല്ലെങ്കിൽ PDF ആണെങ്കിൽ സാധാരണ അക്രോബാറ്റ് ഉണ്ടാവും മിക്കവാറും. മൊബൈലിലൊക്കെ അത് ഓൾറെഡി ഫ്രീ ആണ്. പക്ഷേ ഇപ്പോൾ അത് സിസ്റ്റത്തിൽ ലാപ്ടോപ്പിൽ കിട്ടുന്നില്ല. ലാപ്ടോപ്പിൽ PDF ഫ്രീ ആയിട്ട് അത് ഇപ്പോൾ നമ്മൾ ഫ്രീ വേർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കിട്ടത്തില്ല. പണ്ട് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും അക്രോബാറ്റ് റീഡർ. പക്ഷേ പുതിയ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞിടയ്ക്ക് എനിക്കത് ചെറിയ പ്രശ്നം വന്നിരുന്നു. PDF റീഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേറെ ഓൾട്ടർനേറ്റായിട്ട് PDF റീഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത് ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു PDF റീഡർ. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യട്ടെ, PDF റീഡർ. പണ്ട് അക്രോബാറ്റൊക്കെ ഫ്രീ ആയിരുന്നു കുറേ. അപ്പോൾ അതിപ്പോൾ അത് സിസ്റ്റത്തിൽ ഫ്രീ അല്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾട്ടർനേറ്റായിട്ട് ഇപ്പോൾ നമുക്ക് പലതും ഫ്രീ ആയിട്ടുള്ള PDF റീഡേഴ്സ് നമുക്കുണ്ട്. ഫോക്സിറ്റാണ്. ഫോക്സിറ്റ് FOXIT അത് ഞാൻ യൂസ് ചെയ്തിരുന്നു. ഫോക്സിറ്റ് PDF റീഡർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കാണാം. മറ്റേ നേരത്തെ പറഞ്ഞത് DJViewer ഫോർമാറ്റ്, DJViewer അതിനുള്ള ആപ്സ് ഉണ്ട്. അത് സിസ്റ്റത്തിലാണെങ്കിൽ
ഇങ്ങനെയാണ് കിടക്കുന്നത്. ഫോർമാറ്റ് DJVU എന്നാണ് കിടക്കുക. അപ്പോൾ DJVU നമുക്ക് ഒന്നെങ്കിൽ കാണാൻ പറ്റുന്നത് ഈ പറയുന്ന DJViewer ഉണ്ട്, റീഡർ ഉണ്ട്. ആ റീഡർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ പോപ്പുലറായിട്ടുള്ള ഞാൻ DJView ചെയ്യുന്നത് WinDJView ആണെന്ന് തോന്നുന്നു. WinDJView ഇതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കട്ടെ. WinDJView ഇതാണ് ഇതിൻ്റെ സ്പെല്ലിംഗ്. DJView ഫോർമാറ്റ് ആണെങ്കിൽ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വിൻ സ്മോളാണ്, എല്ലാ ലെറ്റേഴ്സും സ്മോളാണ്. WinDJView. DJView ആപ്സും ഉണ്ട്. DJView ആപ്സ് എന്ന് പറയുന്നത് ഒരുപാടെണ്ണം ഉണ്ട്. ആപ്പ് ആൻഡ്രോയിഡ് ആപ്സ് കിട്ടും. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് റേറ്റിംഗ് കൂടുതലുള്ളൊരു 4.5 4 അബോവ് റേറ്റിംഗ് ഉള്ളത് നന്നായി വർക്ക് ചെയ്യും. അത് നിങ്ങൾ ആപ്സിൽ ചെന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ DJView എന്ന് കാണാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പല ബുക്സും ഇതേപോലെ നമുക്ക് കിട്ടും. ശരിക്കും ലെജിറ്റിമേറ്റ് ആണോയെന്ന് വെച്ചാൽ അത്ര ലെജിറ്റിമേറ്റ് അല്ല, പക്ഷേ എഡ്യൂക്കേഷൻ പർപ്പസിന് അത് ലെജിറ്റിമേറ്റാണ്. അത് ഇപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്റ് എടുക്കുന്നു, ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തിട്ട് ഫോട്ടോ കോപ്പി എടുക്കുന്നു, അത് ലെജിറ്റിമേറ്റാണ്. ശരിക്കും കോപ്പിറൈറ്റ് റൂൾ അനുസരിച്ച് നോക്കുമ്പോൾ അത് വയലേഷനാണ്. നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഫോട്ടോ കോപ്പി എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റി ലെവൽ അല്ലെങ്കിൽ കോളേജിലെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അത് അലൗഡാണ്, കാരണം അതൊരു എഡ്യൂക്കേഷൻ പർപ്പസാണ്. പക്ഷേ ഇത് നമ്മളൊരു ഒരു വിൽപ്പനയാക്കരുത്. ഇത് വെച്ചൊരു ബിസിനസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ ചിലപ്പം പിടിക്കാൻ സാധ്യതയുണ്ട്. കോപ്പിറൈറ്റ് ആക്ട് അനുസരിച്ച് നമ്മളെ ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. കോപ്പിയിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഡിജിറ്റൽ ഫോർമാറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പലപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടാകാം. അപ്പം ഗൂഗിളിൽ നിന്ന് നമുക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഞാനിപ്പോൾ ക്ലാസ് ഗ്രൂപ്പുകൾ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എൻ്റെ ഒരു കംപ്രസ്ഡ് ഫോർമാറ്റോ ഏതെങ്കിലും ആയിട്ടൊക്കെ ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. പല ടെക്സ്റ്റും എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അത് യു ക്യാൻ ഓപ്പൺ ഇറ്റ് വിത്ത് സം റീഡേഴ്സ്. സാധാരണ ഇപ്പം ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. കഴിഞ്ഞാൽ ഞാൻ എന്തോ അപ്ലോഡ് ചെയ്ത സ്കാൻ ഡോക്യുമെൻ്റ് ആയിരുന്നു. PDF ആണെന്ന് തോന്നുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആർക്ക് ഫോർവേഡ് ചെയ്യരുത്. ക്ലാസ് റൂം ഗ്രൂപ്പിൽ, നമ്മുടെ ഗ്രൂപ്പിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കാം. വേറെ ആർക്കത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക, ആവശ്യം കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. സോ താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ്. സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓഫ്ലൈൻ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. കഴിയുന്ന സമയം അനുസരിച്ച് ഞാൻ പെട്ടെന്ന് ചെയ്ത് വയ്ക്കാം. അതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാനും ശ്രദ്ധിക്കാം. സോ വേറൊന്നും ഷെയർ ചെയ്യാനില്ല. So thank you once again for joining. Thank you all. Bye.